സത്യഭാമയുടെ ആവശ്യപ്രകാരം കാളിക്ഷേത്രത്തിലേക്ക് സത്യപരീക്ഷ ചെയ്യാനായി എത്തിയിരിക്കുകയാണ് ശാലിനി. കയ്യിൽ കർപ്പൂരവും കത്തിച്ചു വെച്ച് മുട്ടിലിഴഞ്ഞ് 7 പ്രാവശ്യം ശ്രീകോവിൽ പ്രദക്ഷിണം ചെയ്ത ശേഷം ദേവിയെ തൊഴുതു നമസ്കരിക്കുക എന്നുള്ളതാണ് ചടങ്ങ്. അത് പൂർത്തിയാക്കാൻ സാധിച്ചാൽ ശാലിനി പറയുന്നത് സത്യമാണെന്ന് സത്യഭാമ അംഗീകരിക്കും. അത് ചെയ്യാനായി ശാലിനി എത്തുമ്പോഴേക്കും ശാലിനിയുടെ പിന്നാലെ ഒരു ഊഹം വെച്ച് എത്തുകയാണ് വിഷ്ണുവും. തുടർന്ന് സത്യഭാമയെ ചോദ്യം ചെയ്യുകയാണ് വിഷ്ണു. പക്ഷേ ഭാമ വിഷ്ണുവിന് ഒന്നും വിട്ടുകൊടുക്കുന്നില്ല. വിഷ്ണു എത്ര പറഞ്ഞിട്ടും ശാലിനി സത്യപരീക്ഷ ചെയ്യുന്നതിൽ നിന്നും പിന്മാറാൻ തയ്യാറാകുന്നില്ല. തുടർന്ന് കയ്യിൽ കർപ്പൂരവും കത്തിച്ചു വെച്ച് മുട്ടിലിഴഞ്ഞ് ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയാണ് ശാലിനി. കൂടെ വളരെ വിഷമത്തോടുകൂടി ശാന്തയും നടക്കുന്നുണ്ട്. തൊട്ടു പിന്നാലെ വിഷ്ണുവും ശാലിനിയുടെ കൂടെ നടക്കുകയാണ്. വേദനയൊക്കെ സഹിച്ച് മുട്ടിലിഴഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ട് പ്രദക്ഷിണം പൂർത്തിയാക്കാൻ ശ്രമിക്കുകയാണ് ശാലിനി. അന്നേരം ശാലിനിയുടെ കണ്ണിൽ നിന്നും കണ്ണീരൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ കണ്ട് സഹിച്ച് ഒന്നും ചെയ്യാനാകാതെ ശാലിനിയുടെ കൂടെ തന്നെ നടക്കുകയാണ് വിഷ്ണു. എന്നാൽ അതേസമയം സത്യഭാമയുടെ വീട്ടിൽ വയറുവേദന കൊണ്ട് പുളയുന്ന പ്രീതി കുറേ നേരം കഴിയുമ്പോഴേക്കും മയങ്ങി സെറ്റിയിലേക്ക് വീഴുകയാണ്. ഇത് കണ്ട് ആകെ പരിഭ്രമിക്കുകയാണ് പൊന്നിയും രാഘവൻ നായരും. ഇത്രയുമാണ് ലേറ്റസ്റ്റ് പ്രൊമോ. ഓക്കെ, താങ്ക് യു.